ഞാൻ എന്താ തരയണറിയോ സെർസു? കടലപ്പരിപ്പ്. യെസ്, കിട്ടി. അപ്പം നമുക്കൊരു നമസ്കാരം. നല്ലയിടത്ത് അടുക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറേ ദിവസമായില്ല നമ്മളൊരു വീഡിയോ കണ്ടിട്ട്. ഒന്നുമല്ല കേട്ടോ, വയനാട് നമ്മൾ ആ ഒരു സംഭവത്തിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല. ഇട്ടിരുന്ന വീഡിയോ അത് പഴയ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചെടുക്കുക, അല്ലാണ്ട് വേറെ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. അപ്പം കടലപ്പരിപ്പാണ് ഇന്നത്തെ താരം. ഇത്രയും ഒരു ഗ്ലാസ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൽ പച്ചമുണ്ടാവും 1/2 കിലോ, 1/4 കിലോ മത്തങ്ങ കേട്ടോ. 1/4 കിലോ മത്തങ്ങ, 1/2 കിലോ കടലപ്പരിപ്പ്. അപ്പോൾ കടലപ്പരിപ്പ് വേവിക്കുക, ആദ്യത്തെ പ്രൊസീജിയർ അത്. അത് കുക്കറിൽ വേവിക്കണം. വേവ് ഉണ്ടല്ലേ അത്യാവശ്യം ഉണ്ടോ? കുക്കറിൽ വേവിക്കാം, അതാണ് നല്ലത്. ഞങ്ങൾക്ക് ഇവിടെ വിരുന്നുകാരുണ്ട്, അപ്പോൾ കുറച്ച് ധൃതിയില്ല, ക്ലാസ്സും ഉണ്ട്, ഒക്കെ കൂടിയാണ് പണി. അപ്പം ഞാൻ കടലപ്പരിപ്പ് കുക്കറിൽ വേവിക്കുകയാണ്. ഇതൊന്നും ആദ്യം ഞാൻ വെള്ളം വേവിച്ച്, ഞാൻ പറയാറില്ലേ തിളപ്പിച്ചിട്ട് കളയാറുണ്ട് പറഞ്ഞില്ലേ, പരിപ്പും പയറും ഒക്കെ ചെയ്യുമ്പോൾ. മുമ്പ് ഏതൊരു വീഡിയോ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞിട്ട് കളഞ്ഞിട്ടില്ലല്ലോ അങ്ങനെയൊന്നും. കളയാണ്ട് ഞാൻ ചെയ്യാറില്ല കേട്ടോ, പരിപ്പ് പയറ് കടലൊക്കെ. ഒന്ന് തിളക്കട്ടെ. നല്ലോണം തിളച്ചു. ഈ വെള്ളം കളയും, അറിയണം. ആദ്യം ഒരു വട്ടം നല്ലോണം കഴുകിയതാണ്. സത്യം പറഞ്ഞാൽ കടലപ്പരിപ്പിൻ്റെ വേവ് ഞാൻ മറന്നു കേട്ടോ. സരസ്യവും കടലപ്പരിപ്പിന് എത്രണ്ണം വേവ് ഉണ്ട്? ഒരു ബുക്ക് മതിയില്ലേ നോക്കാം. ഞാൻ മറന്നു അതിൻ്റെ വേവ് എത്രണ്ണം ഉണ്ടെന്നുള്ളത്. കുറേ കാലമായി കടലപ്പരിപ്പ് കൊണ്ട് ഒരു കൂട്ടാൻ വെച്ചിട്ട്. കടലപ്പരിപ്പ് പറഞ്ഞാൽ വടപ്പരിപ്പ് കേട്ടോ, നമ്മുടെ സാധാരണ വടപ്പരിപ്പില്ലേ, പരിപ്പ് കൊണ്ട് ഉണ്ടാക്കണ വടപ്പരിപ്പ്, അതാണ് കടലപ്പരിപ്പ്. പൊടിയിടാം. ഭയങ്കര ബഹളം നടക്കുന്നുണ്ട്. അമ്മമാരാട്ടോ അവിടെ ക്ലാസ്സില്, കുട്ടികളൊന്നല്ല. അപ്പൊ ഇത് നമുക്ക് അരിക്കുള്ള തേങ്ങ തന്നെയാണ്. അപ്പൊ ഇതിന്റെ പാലൊന്നും ഞാൻ ജസ്റ്റ്, ഇത് നമുക്ക് അരിക്ക് വേണ്ട തന്നെയാണ് കേട്ടോ, പാലും അരിക്ക് വേണ്ടതാണ്. 2ാം പാലും 3ാം പാലും ഒന്നും വേണ്ട, ഒന്ന് മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ എടുക്കാം. ഇനി ഇത് നമ്മള് മിക്സിയില്, ഇതിലിപ്പോ ഒരു സരസ്വതിയില് 1 മുറിയാ 2 മുറിയാ? 2 മുറി. ചെറിയതാവും അല്ലേ? 2 മുറി ഉണ്ട് കേട്ടോ. വലിയ തേങ്ങയാണെങ്കിൽ 1 മുറി തന്നെ ഉള്ളൂ. അപ്പൊ അതനുസരിച്ച് അതിന്റെ ആ നമ്മള് കറണാക്കാൻ വെക്കുന്ന എന്താ കൃഷി അല്ലേ, എന്താ പറയാ, അങ്ങനെ ചെയ്യണമെങ്കിൽ അത് അപ്പൊ ആദ്യം നോക്കാം അല്ലേ. ആ പുളിയ അതുണ്ട് കേട്ടോ. കടലപ്പരിപ്പ് ഇങ്ങനെ പുളിപ്പുളിന്ന് വേവാൻ പാടില്ല, ഒന്നിങ്ങനെ ഇങ്ങനെ കടിക്കണം. അപ്പൊ നമ്മളിത് സ്വന്തം എണ്ണമ്മയുടെ ചട്ടി വെച്ചു. ഇതെന്ത് വറകാ സരസു? ഇത് കത്താനല്ല, ഈ കട്ടി ഉമ്മ. മത്തങ്ങ, എല്ലാൻ്റെ വെള്ളം വേണ്ട, അത് വേവാനുള്ള കഷ്ടി. സാമ്പാർ പോലത്തെ കൂട്ടാനല്ല കേട്ടോ, ഓലം പോലത്തെ കൂട്ടാനാണ്. മഞ്ഞപ്പൊടി ഇടുക, അടച്ച് വേവിക്കുക. പരിപ്പ് വെന്തണ്ണു, അതുപോലെ ഇതാ മത്തങ്ങ അതെ വേവായിരിക്കണം. രണ്ടും അതേ വല്ലാണ്ട് പുളിപ്പിളി ആവരുത് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ രണ്ടും വെന്തണ്ണു. അത് വെന്ത് കഴിഞ്ഞിട്ടാണ് ഉപ്പിടാൻ പാടുള്ളൂ. എന്താ വെച്ചാൽ വേണ്ട, പരിപ്പ് ഇങ്ങനെ തൊട്ടങ്ങനെ ഉടയണം, അത്രേ വേണ്ടു. ഉപ്പിടാൻ എന്താ അറിയോ, അത് വേറൊന്നുമല്ല, ആ ഉപ്പ് പരിപ്പിലിക്കും കൂടെ പിടിക്കണം. നമ്മൾ മത്തങ്ങ മാത്രം ഇടുമ്പോൾ ഇട്ട് വേവിച്ചാൽ പരിപ്പിലിക്ക് പിടിക്കില്ല.
ഇത് നല്ലോണം യോജിച്ച് ഒരു കാര്യം കാണിക്കാൻ മറന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. ഇതൊന്ന് ഞാൻ ലേശം എടുത്തിട്ട്, അതായത് കഷ്ണവും ആ കടലപ്പരിപ്പും കൂടിയിട്ട് ഒരു 2 കയ്യിൽ ഇതിനെടുത്തിട്ട് അരച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ വേറെ ഒന്നുമില്ല, നാളികേരം അരച്ച് കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇത് വാങ്ങി വെക്കാൻ പോവുകയാണ്. ഉപ്പൊക്കെ പിടിച്ചു, ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് നാളികേരം വറുക്കലാണ്. അയ്യോ കുറച്ച് മതി, ഒരു തുള്ളി നെയ്യിലാണ് നമ്മൾ ഇത് വറക്കുന്നത്. ഞാൻ ശ്രദ്ധിക്കും, അങ്ങനത്തുണ്ട്. അതാ റബ്ബറിൻ്റെ വിറകിൻ്റെ കുറ്റാണ്, ഇത്ര കൊണ്ട് തള്ളണ്ടല്ലോ വിറക്. ഇത് നമുക്ക് നല്ലോണം ചോക്കണം വറക്കണം കേട്ടോ. സാമ്പാർ കഴിഞ്ഞു. ഇത് നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാല്, ഇതിൻ്റെ തള ഒന്ന് വറ്റിയിട്ട് കൂട്ടിയാൽ മതി, ഒട്ടും തിളയ്ക്കേണ്ട തേങ്ങാപ്പാൽ. വറ്റി തുടങ്ങി. തേങ്ങാപ്പാൽ കൂട്ടാം. ഒരു കളറിനെന്ന് ഭംഗിക്കുന്ന സ്വാദിനെന്നും ഒക്കെ പറയാം കേട്ടോ. ഒക്കെ തേങ്ങാപ്പാൽ കൂട്ടിയ കളറും ഭംഗിയും സ്വാദും ഒക്കെ ഉണ്ടാവും. എൻ്റെ മഞ്ഞരാശിയുടെ ഒരു എന്താ പറയുക, ഒന്നും കൂടി ഭംഗിയായില്ലേ അത് മഞ്ഞ. എലിശ്ശേരിക്ക് നല്ലോണം ബ്രൗൺ കറുപ്പ് കളറാവണം. പലതരത്തിലും ഉണ്ട്, ഇവർക്കൊക്കെ കറുപ്പ് കളറാവണം എന്നാണ് പറയുക. അത്ര ഉള്ളത് ചോപ്പിക്കുന്നില്ല, ഒരു എലിശ്ശേരി സ്വാദൊക്കെ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ കടലപ്പരിപ്പിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത്ര മതി. ഞാനത് അരിക്കിടാൻ പോകും കേട്ടോ. നമ്മുടെ കൂട്ടാൻ്റെ പണി കഴിഞ്ഞു. കഴിഞ്ഞു. ഇന്ന് കൂട്ടാൻ റെഡിയായി കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമ്മുടെ കൂട്ടാൻ എന്താ റെഡിയായി. ഇതാണ് ഈ ഒരു കട്ടിയിലാണ് വരിക. അപ്പം എന്താ വെച്ചാൽ ഈ പരിപ്പ് ചേർക്കണ, പരിപ്പിൽ കുറച്ച് വെള്ളം ബാക്കി നിൽക്കണ്ടാവുമല്ലോ കുക്കറിലാണ് വേവിക്കുന്നത് വെച്ചാൽ. അടുപ്പത്ത് വെച്ചാൽ അത് പ്രശ്നമില്ല കേട്ടോ. എന്നിപ്പോൾ നേരില്ലാത്തതുകൊണ്ടാണ് ക്ലാസ്സും ഒക്കെ കൂടെ. അപ്പോൾ അതും ഒക്കെ കണക്കാക്കിയിട്ട് വേണം വെള്ളത്തിൻ്റെ അളവ്. പിന്നെ തേങ്ങ ഇടുമ്പോൾ ഒന്ന് കട്ടിയാവുകയും ചെയ്യും. അല്ലെങ്കിൽ ലാസ്റ്റ് ലേശം നിറച്ച വെള്ളം കൂട്ടിയാലും മതി, എങ്ങനെയാലും കുഴപ്പമില്ല. എന്തായാലും നല്ല ടേസ്റ്റാണ്. എരിവില്ലാത്ത കൂട്ടാനാണ്. ഉള്ളിയില്ല. നമ്പൂരിമാർ ഉള്ളി കൂട്ടു ചോദിക്കാറില്ലേ. ഞങ്ങൾ ഉള്ളി വെളുത്തുള്ളിയൊക്കെ കൂട്ടുന്നവരാണ്. പക്ഷേ ഈ കൂട്ടാനിൽ ഉള്ളിയില്ല, പിന്നെ മുളകില്ല. മുളക് വേണമെന്നുള്ളവർ, എരിവത്തിരി വേണമെന്നുള്ളവർ കുരുമുളക് ചേർത്താൽ മതി, വേറെ മുളക് ചേർക്കരുത്. എരിശ്ശേരിയിലാണെങ്കിൽ നമ്മൾ ഇതിൽ ജീരകം കൂടി അരച്ചു കൂട്ടും, വറവ് കൂട്ടും, ഒന്നും കൂടി കറക്കന വറക്കും. ഇതാ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. മാമ്പഴമാണ് ഞാൻ എടുത്തു വെച്ചാൽ മാങ്ങ. അപ്പം ഇന്ന് എനിക്കൊരു കുഞ്ഞി ഗസ്റ്റ് ഉണ്ട്. കുഞ്ഞി ഗസ്റ്റായിട്ട് എൻ്റെ അമ്മാവനും അമ്മായിയൊക്കെ വരുന്നുണ്ട്, മോള് വരുന്നുണ്ട്. അവരിവിടെ നാട്ടിലില്ല. അപ്പോൾ അങ്ങനെയുള്ളത് വരുമ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് പിന്നെ കാണാം. ഇവരുടെ അരങ്ങേറ്റമാണ് കേട്ടോ. അപ്പോൾ ഇവർ പ്രാക്ടീസിന് ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്. ദേവുവിനെ മോണിറ്റർ ചെയ്യാൻ നിർത്തിയിട്ടുണ്ട്. എന്തായാലും തിരുതകൃതി പ്രാക്ടീസ് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ ഭക്ഷണം ഉണ്ടാക്കൽ നടക്കുന്നുണ്ട്, ഇടയിൽ ഇങ്ങോട്ട് വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇന്നത്തെ ഒരു ദിവസം പോയി. നല്ല രസമായിരുന്നു. ആരും മുന്നേ ഡാൻസ് പഠിച്ചവരൊന്നുമല്ല കേട്ടോ. മുമ്പിൽ നിൽക്കുന്ന ആളല്ലേ. മുമ്പിൽ നിൽക്കുന്നത് ദേവുട്ടിയാണ് കേട്ടോ. ഈ ഒക്ടോബർ 5-ാം തീയതി ഗുരുവായൂർ വെച്ചിട്ടാണ് അരങ്ങേറ്റം. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഞങ്ങളുടെ പ്രോഗ്രാം കേട്ടോ. കാപ്പി നന്നോ? രാവിലെ തൊട്ട് തുടങ്ങിയതല്ലേ ചേട്ടാ. അപ്പൊ എന്ത് തന്നാലും നന്നാവും. സ്ട്രോങ് അധികം.